നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്നും കോടതി. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം കൊട്ടാരം. കുടുംബാംഗം അന്തരിച്ചതിനാൽ എന്ന് വിശദീകരണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിനേക്കാൾ സ്വർണ്ണപ്പാളിയുടെ ഭാരം 4.5 കിലോ കുറഞ്ഞതെങ്ങനെയെന്ന് കോടതി. ശില്പങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം എവിടെയെന്ന് സ്പോൺസർ. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസറോട് കോടതി. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എ കെ ആന്റണി. ശിവഗിരിയിൽ നടന്നത് നിർഭാഗ്യകരമെന്നും പോലീസിനെ അയക്കേണ്ടി വന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമെന്നും എ കെ ആന്റണി. മുത്തങ്ങ സംഭവത്തിൽ ഖേദമുണ്ടെന്നും ആന്റണി. ആരോഗ്യമന്ത്രിക്കെതിരെ സഭയിൽ പ്രതിപക്ഷം. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം തടയാൻ കഴിയുന്നില്ലെന്നും മന്ത്രി ഇരുട്ടിൽ തപ്പുന്നുവെന്നും പ്രതിപക്ഷം. അമീബിക് മസ്തിഷ്ക ജ്വരം അപൂർവ രോഗമെന്ന് മന്ത്രി വീണ ജോർജ്. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ 23,000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ വമ്പൻ റോഡ് ഷോ. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ സൈനികർക്ക് അനുമോദനം. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസം. ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് സുപ്രീം കോടതി. ആവശ്യമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ടെന്നും അത് പാലിക്കണമെന്നും 2-അംഗ ബെഞ്ച് പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം സംഘവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഈ മാസം 20-ന് പമ്പയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സുപ്രീം കോടതി ദേവസ്വം ബോർഡിന് അനുമതി നൽകിയത്. അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചുകൊണ്ടാണ് സംഗമവുമായി മുന്നോട്ടു പോകാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സംഗമത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് ഹർജിക്കാരുടെ വാദം കോടതി തള്ളി. സംഗമം സംബന്ധിച്ച് ഹൈക്കോടതി നിലപാടെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് സുപ്രീം കോടതി പറഞ്ഞു. പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലാണ് നടത്താൻ പോകുന്നതെന്നും വനനിയമങ്ങൾ ലംഘിക്കപ്പെടുമെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ താൽക്കാലിക സംവിധാനം മാത്രമല്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അയ്യപ്പ സംഗമത്തിന് അധിക ദിവസമില്ലാത്തതും കോടതി സൂചിപ്പിച്ചു. ഹൈക്കോടതിയിലെ ഹർജിക്കാരായ VC അജികുമാർ, അജീഷ് ഗോപി എന്നിവരെ കൂടാതെ ഡോക്ടർ PS മഹേന്ദ്രകുമാറുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നിലപാടുകൾ അറിയിച്ചു. സംഗമം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെയാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അതേസമയം നിർദ്ദേശങ്ങളുടെ ലംഘനമുണ്ടായാൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാം. ഏതായാലും ഇതിനോടകം രാഷ്ട്രീയ വിവാദമായ അയ്യപ്പ സംഗമം നടത്താൻ അനുമതി കിട്ടിയത് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ ആശ്വാസമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ 5 AC-മാർക്കാണ് ബോർഡ് നിർദ്ദേശം നൽകിയത്. ഓരോ AC-മാരും 50 പേരെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലെ AC-യുടെ ശബ്ദ സന്ദേശം അമൃത ന്യൂസിന് ലഭിച്ചു. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സംഗമം വിജയകരമാക്കി തീർക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആളുകളെ എത്തിക്കാൻ മറ്റ് ദേവസ്വം ബോർഡുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രം 250 പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ഇന്ന് തന്നെ നൽകണമെന്ന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ദേവസ്വം ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് സന്ദേശം. 20-ാം തീയതി രാവിലെ 8 മണിക്കാണ് പമ്പയിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ രാത്രിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം. വണ്ടിയുടെ നമ്പർ അടക്കം നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം വികസന ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ബോർഡ് ഇടപെട്ടിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ഇതിൽ 250 പേരെ ഇവിടുന്ന് സംഘടിപ്പിക്കാമെന്ന് ബോർഡ് ഏറ്റിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ബോർഡിനെ മോശമാക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയണം. പങ്കെടുക്കുന്ന ആളുകളെ ബസ് ബുക്ക് ചെയ്ത് അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന 20-ാം തീയതി പമ്പയിലെത്തിക്കണമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 4-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആശുപത്രിയിലായതിനാൽ
ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയൻ, സുരേഷ് ബാബു, സെക്രട്ടറി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. യോഗത്തിന് ശേഷമാണ് AC ശബ്ദ സന്ദേശം അയച്ചത്. ഓരോ AC-മാരും 50 പേരെ വീതം പങ്കെടുപ്പിക്കണം. ബസ് ബുക്ക് ചെയ്ത് ആളുകളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബസിന്റെ വാടക AC-മാർ തന്നെ വഹിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ വികസനങ്ങൾ വരുന്നതിന് എതിരല്ലെന്ന് പന്തളം കൊട്ടാരം. കൊട്ടാരത്തിലെ തിരുവോണം നാൾ രാമവർമ്മയെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നേരിൽ കണ്ട് സംസാരിച്ചു. യുവതീ പ്രവേശന കാലത്തെ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ തീരുമാനം വേദനാജനകം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ആവർത്തിച്ചത് മുൻ നിലപാട് തന്നെ. സർക്കാരും ദേവസ്വം ബോർഡ് വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. മറിച്ചുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചിട്ടുണ്ടെന്നും പങ്കെടുക്കുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിലപാട്. സതീശന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഞാൻ നേരത്തെ പറഞ്ഞോണ്ടല്ലോ, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയ്യപ്പന്റെ മുഖാവനം മാത്രമല്ല, അയ്യപ്പന്റെയും പ്രസക്തിയും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാ അയ്യപ്പ ഭക്തന്മാരും അതിന് സഹായിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അപേക്ഷ. അതിന്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റരുത് എന്ന ഒരു അപേക്ഷയുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളിക്ക് തൂക്കക്കുറവ്. അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. സത്യം പുറത്തു വരണമെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ നിന്നും 2019 അറ്റകുറ്റപ്പണിക്ക് എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ 4 കിലോഗ്രാമിന്റെ തൂക്കക്കുറവുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയത്. 2019 കൊണ്ടുപോയപ്പോൾ 42 കിലോ ഉണ്ടായിരുന്നു. തിരികെ എത്തിയപ്പോൾ മഹസറിൽ 4 കിലോയുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വിചിത്രമാണെന്നും സത്യം അന്വേഷണത്തിലൂടെ പുറത്തു വരണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചത്. ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് അന്വേഷണ ചുമതല. സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്തെത്തിച്ചപ്പോൾ തൂക്കം നോക്കിയില്ലെന്ന് കോടതി വിലയിരുത്തി. ദ്വാരപാലക ശില്പങ്ങളുടെ 2 പീഠങ്ങളുടെയും സ്പെയർ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 3 ആഴ്ചയ്ക്കകം കോടതിക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകണം. അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി AK ആന്റണി. ശിവഗിരിയിൽ നടന്നത് നിർഭാഗ്യകരമെന്നും പോലീസിനെ അയക്കേണ്ടി വന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമെന്നും AK ആന്റണി പറഞ്ഞു. മുത്തങ്ങ സംഭവത്തിൽ ഖേദമുണ്ടെന്നും ആന്റണി വ്യക്തമാക്കി. കഴിഞ്ഞ 21 വർഷമായി LDF എൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയൊരു കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്.
അമീബിക് മസ്തിഷ്ക ജ്വരം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്ത് നിയമസഭ. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും സംസ്ഥാനത്ത് രോഗം വ്യാപിക്കുന്ന സ്ഥിതിയാണെന്നും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം രോഗനിയന്ത്രണത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ ആരോപണങ്ങളെ ഖണ്ഡിച്ചു. തുടർന്ന് പ്രമേയം അവതരിപ്പിച്ച എം ഷംസുദ്ദീന് മറുപടി നൽകാൻ അവസരം നിഷേധിച്ചതായി ആരോപിച്ച് പ്രതിപക്ഷം ചർച്ച ബഹിഷ്കരിച്ചു. മന്ത്രി വീണ ജോർജിനെതിരെ ഷംസുദ്ദീൻ നടത്തിയ പദപ്രയോഗവും സഭയിൽ നേരിയ ബഹളത്തിന് കാരണമായി. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിന്റെയും മരണസംഖ്യ ഉയരുന്നതിന്റെയും സാഹചര്യത്തിലാണ് ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ജനങ്ങൾക്ക് ബോധവൽക്കരണം കൂടി നൽകണമെന്നതിനാൽ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചതോടെ ഇക്കാര്യം സഭ ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിനു വേണ്ടി എൻ ഷംസുദ്ദീൻ MLA അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ മരണക്കണക്കുകൾ സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഇരുട്ടിത്തപ്പുകയാണെന്നും ശാസ്ത്രീയമായ മറുപടി നൽകാൻ സർക്കാരിനാകുന്നില്ലെന്നും MLA ആരോപിച്ചു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. രോഗകാരണം കണ്ടെത്താൻ വിദഗ്ധ ഏജൻസിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കേന്ദ്രത്തിന്റെ സഹായവും തേടണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ലക്ഷണമെന്നോ എന്താണ് പ്രിവെന്റീവ് ആക്ഷൻ എന്നോ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എക്സ്പേർട്ട് ഏജൻസികളെ സമീപിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധിക ചെലവുള്ള സംസ്ഥാനം കേരളമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം രോഗനിയന്ത്രണത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ മന്ത്രി വീണ ജോർജ് അക്കമിട്ട് നിരത്തി. ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം. സർ, എന്റെ കയ്യിലുള്ളത് 3 രേഖകളാണ്. ഈ 3 രേഖകൾ ഒന്ന് ഗൈഡ് ലൈൻ ആണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ ആണ് സർ. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് സർ. രണ്ടാമത്തത് ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇൻ കേരള എന്നുള്ളതാണ്. ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ രണ്ടാമത്തെ ഭാഗം. അതിനിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീനെതിരെ മന്ത്രി നടത്തിയ പരാമർശത്തിൽ മറുപടി നൽകാൻ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ മന്ത്രി വീണ ജോർജിനെതിരെ ഷംസുദ്ദീൻ നടത്തിയ വാക്പ്രയോഗം സഭയിൽ ഒച്ചപ്പാടിന് കാരണമായി. പരാമർശം സഭാരേഖകളിൽ നിന്നും മാറ്റണമെന്ന് ഷംസുദ്ദീൻ മാപ്പ് പറയണമെന്നും മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടാണ്. രോഗനിർണയത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്റെ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 മാസം പിന്നിട്ടിട്ടും സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് ഇനിയും ലഭ്യമായിട്ടില്ലെന്ന് സഭയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർമാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജും സഭയിൽ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് സംഭവം നടന്ന 2 മാസം പിന്നിട്ടിട്ടും സമർപ്പിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സഭയിൽ അറിയിച്ചത്. കഴിഞ്ഞ ജൂലൈ 17-നാണ് 13 വയസ്സുകാരനായ വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് മന്ത്രി അറിയിക്കുന്നത്. അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. ആശുപത്രികള്, സ്കൂളുകൾ ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. വൈദ്യുതി അപകടങ്ങൾ തടയാൻ ജില്ലാതലത്തിൽ കമ്മിറ്റികൾക്ക് രൂപം നൽകുമെന്നും വൈദ്യുതി ലൈനിലെ അപകടങ്ങൾ പരിഹരിക്കാൻ AI സഹായം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ യുവതിക്കുണ്ടായ ചികിത്സാ പിഴവ് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. യുവതിക്ക് സൗജന്യ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ നടപടിയെടുക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ചികിത്സാ പിഴവുകൾ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായതായാണ് മനസ്സിലാകുന്നതെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മെഡിക്കൽ കോളേജിലെയും സർക്കാർ ആശുപത്രികളിലെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാനായി ഉപകരണ വിതരണ കമ്പനികൾക്ക് നൽകാനായി 100 കോടി രൂപ അനുവദിച്ച സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമായാണ് അനുവദിച്ചത്. അതേസമയം ഉപകരണ വിതരണം പുനഃസ്ഥാപിക്കില്ലെന്ന് കമ്പനികൾ വ്യക്തമാക്കി. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം തുടരുന്ന സാഹചര്യത്തിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപ അനുവദിച്ചത്. 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രിക്കുമായാണ് അനുവദിച്ചത്. എന്നാൽ 2024 ഫെബ്രുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കുടിശ്ശിക അക്കൗണ്ടിലെത്തിയാൽ മാത്രമേ ഉപകരണങ്ങളുടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് വിതരണ കമ്പനികളുടെ നിലപാട്. നിലവിൽ 4 ദിവസത്തേക്ക് കൂടിയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റെന്റ് ആശുപത്രികളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും അനുബന്ധ ഉപകരണങ്ങൾ ഇല്ലെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോ വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് നൽകിയ കത്തിൽ പറയുന്നത്. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിൽ നിന്നായി 158 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉപകരണം വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൽകാനുള്ളത്. 1-ാം തീയതി മുതൽ ഉപകരണങ്ങളുടെ വിതരണവും ഇവർ നിർത്തിവെച്ചു. 29 കോടി 56 ലക്ഷം രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം നൽകാനുള്ളത്. നിലവിൽ HLൽ നിന്നും ആശുപത്രി ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ത്തിൽ 23,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിലാണ് മോദി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. നേതാക്കൾക്കൊപ്പം റോഡ് ഷോയിലും മോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഭാഗമായി 10 ലക്ഷം വനിതകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതി, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംബന്ധിച്ച ബോധവൽക്കരണത്തിനായുള്ള സുമൻ ശക്തി പദ്ധതികളും മോദി ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ സൈനികരെ മോദി അനുമോദിച്ചു. ग्रामीण बहनों को, गांव में रहने वाली माता बहनों को, 3 करोड़ बहनों को लखपति दीदी बनाने के अभियान में जुटी है. और मैं बड़े गर्व से कह सकता हूं कि इस अभियान में जो सफलता मिली है, इतने कम समय में अब तक करीब करीब 2 करोड़ बहनें लखपति दीदी बन भी चुकी है. हम महिलाओं को बैंक सखी और ड्रोन दीदी बनाकर उन्हें ग्रामीण अर्थव्यवस्था के केंद्र में ला रहे हैं. सेल्फ हेल्प ग्रुप्स के जरिए महिलाएं नई क्रांति कर रही हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകളുമായി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അമ്മ നേർന്നു. വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും മോദി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ഏറെക്കാലം ഭാരതത്തെയും ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിക്ക് കഴിയട്ടെയെന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുന്നു. എല്ലാ രംഗത്തും മുന്നോട്ട് കുതിക്കുന്ന വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും ശ്രീ മോദിജി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. തുടർന്നും ഏറെക്കാലം ഭാരതത്തെയും ഭാരത ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിജി കഴിയട്ടെ എന്ന് നമ്മൾ പരമാത്മാവിൽ സമർപ്പിക്കുന്നു. കൃപ മോദിജി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാമത് ജന്മദിനത്തിൽ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സർവ്വ ഐശ്വര്യ പൂജ നടന്നു. നരേന്ദ്രമോദി അനിഴം നക്ഷത്രത്തിൽ ഒരു ഭക്തനാണ് വഴിപാട് നടത്തിയത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രധാനമന്ത്രിയെയും അമ്മയെയും കഥാപാത്രമാക്കിയുള്ള ബീഹാർ കോൺഗ്രസിന്റെ AI വീഡിയോ നീക്കം ചെയ്യാൻ നിർദ്ദേശം പാട്ന ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. വിവേകാനന്ദ സിംഗ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് PB ബജന്ദ്രി അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ബീഹാർ കോൺഗ്രസ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും പ്രധാനമന്ത്രിയെ മനഃപൂർവ്വം
അവഹേളിക്കാനാണ് ശ്രമിച്ചതെന്നും ഹർജിക്കാരൻ വാദിച്ചു. തൃശൂർ അതിരൂപത മുൻ അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 94 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മാനന്തവാടി താമരശ്ശേരി ബിഷപ്പായും സേവനം ചെയ്തു. 2 തവണ CBCI ഉപാധ്യക്ഷനായി. ഇടുക്കി ആനച്ചാൽ ചിത്രപുരത്ത് റിസോർട്ട് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ അപകടം 2 പേർ മരിച്ചു. ശങ്കുപ്പടി സ്വദേശി രാജീവൻ, ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. റിസോർട്ട് നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനിടെ മൺകൂന ഇടിഞ്ഞു വീഴുകയായിരുന്നു. അടിമാലി, മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവസ്ഥലത്ത് എത്തി. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധം സ്ഥാപിച്ച് 16-കാരനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 10ആയി. ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആപ്പിൽ പ്രായപൂർത്തി മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത റെഡ്ഡി പറഞ്ഞു. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ നിന്ന് പീഡന സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായാണ് സൂചന. പയ്യന്നൂർ കോറോം സ്വദേശി ഗിരീഷ് പിടിയിലായതോടെ പ്രകൃതി വിരുദ്ധ പീഡന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. ബേക്കൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ VK സൈനുദ്ദീൻ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥനായ പിലിക്കോട്ടെ ചിത്രരാജ് ഉൾപ്പെടെ 9 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 14 വയസ്സ് മുതൽ കുട്ടി പീഡനത്തിനിരയായെന്നും ഡേറ്റിംഗ് ആപ്പിൽ പ്രായപൂർത്തി രേഖകൾ ആവശ്യമില്ലാത്തത് കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കിയെന്നും SP വിജയ് ഭാരതി റെഡ്ഡി പറഞ്ഞു. ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിഗണനയിലാണ്. I feel that it's a one-off incident ആണ്. പക്ഷേ we can't let our guard down. that ഞങ്ങൾക്ക് ശ്രദ്ധിക്കണം. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ആരുകൂടെയാണ് സംസാരിക്കുന്നത്, എല്ലാം ശ്രദ്ധിക്കണം. ഇതൊരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. ഇന്ത്യ മാത്രം പ്രശ്നമല്ല, US, UK ഒരു ലോ സൂട്ട്സ് ഒക്കെ ഉണ്ട് അഗെയിൻസ്റ്റ് ആപ്സ് സെൽഫ് ഡിക്ലറേഷൻ, പ്രത്യേകിച്ച് സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്ന ആപ്സ് സംബന്ധിച്ചിടത്തോളം അവിടെ കേസസ് ഉണ്ട്. ഇത് ആദ്യ തവണയാണ് ഇങ്ങനെ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണ അകത്ത് വരും. 16-കാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ ശേഷിക്കുന്ന പ്രതികൾക്കായി കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ചിന്നക്കനാൽ പവർ ഹൗസ് റോഡിന് ശാപമോക്ഷമില്ല. ദേശീയപാതയിൽ ചിന്നക്കനാലിലേക്ക് തുടങ്ങുന്ന 2 കിലോമീറ്റർ റോഡാണ് കാൽനട യാത്ര പോലും കഴിയാത്ത വിധം തകർന്നു കിടക്കുന്നത്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് മൂന്നാർ ചിന്നക്കനാലിലേക്ക് എത്തുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർ ഹൗസിൽ നിന്ന് തിരിഞ്ഞ് ചിന്നക്കനാലിലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ 2 കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വേണ്ടിവരും. ഇവിടെ റോഡ് ഉണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. ചിന്നക്കനാൽ നിവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ചെളിക്കുണ്ടായി മാറിയ കുഴിയിൽ വാഴനട്ടും വെള്ളക്കെട്ടിൽ വള്ളമിറക്കിയുമൊക്കെ നാട്ടുകാർ പല സമരമുറകൾ പരീക്ഷിച്ചു. എന്നിട്ടും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. எல்லா பார்ட்டிக்காரங்களும் இதில் வந்து சமரம் பண்ணுறாங்க. அதுக்கடுத்து ரோடு அப்படியே தான் கடந்து போகுது. இந்த ரோடு இதுவரைக்கும் சரியாக பண்ண மாட்டேங்க. 2 கிலோமீட்டர் சரியாக பண்ணுறதில்ல இதுவரைக்கும். எல்லாம் எத்தனையோ பார்ட்டி வந்து இதில் வந்து வாழை மரம்லாம் நட்டு வச்சுட்டு போனாங்க. எல்லாம் அப்படியே தான் இருக்குது. ஆஸ்பத்திரிக்கு போகிறனா ரொம்ப சிரமப்பட்டு தான் இதில் போகணும். இந்த ரோடு பார்த்தீங்களா எவ்வளோ எப்படி இருக்குன்னு. ரொம்ப கஷ்டப்பட்டு தான் இந்த ரோட்டில் போகணும். அதுவும் 2 വീലർകാരங்க இதில் உளுந்து எஞ்சி தான் போகிறது. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ നേരിടുന്നത്. ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. അമൃത ന്യൂസ്, ഇടുക്കി. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിന്റെ വിരോധത്തിൽ യുവാവിന്റെ വ്യാപാര സ്ഥാപനവും പിക്കപ്പ് വാനും തീയിട്ട് നശിപ്പിച്ചതായി പരാതി. മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശി ഷാഹുൽ ഷിനാജിന്റെ കടയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രാദേശിക CPI നേതൃത്വം പോലീസിൽ പരാതി നൽകി. മൂവാറ്റുപുഴ ആനിക്കാട് ചിറപ്പടിയിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവമുണ്ടായത്. പൊതുപ്രവർത്തകൻ കൂടിയായ ഷാഹുൽ ഷിനോജിന്റെ വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന കടലാസുകളും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും കത്തി നശിച്ചിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിലുള്ള വിരോധം മൂലം ലഹരി സംഘം നടത്തിയ ആക്രമണമാണെന്നാണ് CPI നേതാക്കൾ ആരോപിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും 10-16 ദിവസമായിട്ടും ഒരു പ്രതി വളരെ ധൈര്യപൂർവ്വം നടക്കുന്നത് ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് എന്ന്
ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇക്കഴിഞ്ഞ 30-ാം തീയതി ഷിനോജിന് നേരെ പ്രദേശത്തെ ലഹരി സംഘങ്ങൾ ആക്രമണം നടത്തിയിരുന്നു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് അന്ന് തന്നെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിന് കാരണമെന്ന് CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ പറഞ്ഞു. വ്യാപാര ആവശ്യവുമായി ഷിനോജ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയ സമയത്താണ് ലഹരി സംഘത്തിന്റെ അതിക്രമം ഉണ്ടായത്. അമൃത ന്യൂസ്, കൊച്ചി. വ്യാജ പോലീസ് ചമഞ്ഞ പണം തട്ടിയെടുത്ത ആൾ പിടിയിൽ. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് കോഴിക്കോട് ഫറോക്ക് പോലീസിന്റെ പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ച് CI എന്നിങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയത്. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഫറോക്ക് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ വിവിധ ജില്ലകളിലെ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികളുണ്ട്. പോലീസിനെതിരെ നടത്തിയ ഭീഷണി പ്രസംഗത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. പ്രവർത്തകരുടെ വികാരമാണ് താൻ പറഞ്ഞത്. കേസെടുത്താലും ജയിലിൽ അടച്ചാലും പ്രശ്നമില്ല. പരാതി പോലും ഇല്ലാതെയാണ് കേസെടുത്തത്. KSUവിന്റെ മെക്കിട്ട് കയറിയാൽ തിരിച്ചടിയുണ്ടാകും. ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ വകവെച്ച് നൽകില്ലെന്നും സൂരജ് പറഞ്ഞു. 2023 തന്നെ മർദ്ദിച്ചതിന്റെ കസബ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകുമെന്നും സൂരജ് കൂട്ടിച്ചേർത്തു. മുന്നോട്ട് പോകാനാണ് KSUവിന്റെ തീരുമാനം. സമരമുഖത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുക, നാഭിക്ക് ചവിട്ടുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, പ്രതിപക്ഷ സമരങ്ങളിൽ പങ്കെടുത്താൽ ശ്വാസം മുട്ടിച്ചു കൊല്ലും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് കേരളത്തിലെ പോലീസ് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വകവെച്ചു കൊടുക്കാൻ, അതിനിരുന്ന് കൊടുക്കാൻ KSU തയ്യാറല്ല എന്ന് പോലീസിനെ ഓർമ്മിപ്പിക്കുകയാണ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന മിഷനറി എക്സ്പോ ശനിയാഴ്ച ആരംഭിക്കും. കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് ഈ മാസം 20 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോ നടക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന മിഷനറികൾ പ്രദർശിപ്പിക്കുകയാണ് എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നജീബ് PA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 230 സ്റ്റാളുകളാണ് പ്രദർശനത്തിലുണ്ടാകുക. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മിഷനറി നിർമ്മാതാക്കളും എക്സ്പോയിൽ പങ്കെടുക്കും. ശനിയാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് എക്സ്പോയിൽ പ്രവേശനമുണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് എക്സ്പോയിലേക്ക് പ്രവേശനം. എഞ്ചിനീയം 2025 ആഘോഷിച്ച് കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠം. സെറം വിശ്വേശ്വരയ്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അസോസിയേഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്നിവരുടെ സഹകരണത്തോടെയാണ് എഞ്ചിനീയറിംഗ് ഡേ എഞ്ചിനീയം 2025 ആഘോഷിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ K. രമേശ് കുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിൽ എഞ്ചിനീയർമാരുടെ പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ എഞ്ചിനീയർമാരുടെ പങ്ക് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. DMRL മുൻ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ വെങ്കിട്ടരാമൻ മുഖ്യാതിഥിയായ CVRD പ്രോജക്ട് ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ V. ബാലമുരുകനെ സ്വാഗതം ചെയ്തു. രാഷ്ട്രനിർമ്മാണത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ച ഡോക്ടർ വെങ്കിട്ടരാമൻ പ്രതിരോധ മേഖല അനുദിനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പുരോഗതി നിലനിർത്താനും രാഷ്ട്രനിർമ്മാണത്തിന് വിദ്യാർത്ഥികളുടെ പങ്ക് അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ച ഡോക്ടർ വെങ്കിട്ടരാമൻ പ്രതിരോധ മേഖല അനുദിനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പുരോഗതി നിലനിർത്താനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വിവിധ ശാസ്ത്ര സാങ്കേതിക പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ACME, SAE, ഇൻകോസ്, റോബോട്ടിക് ക്ലബ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റൽ ഫോറങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പരിപാടികളുടെ ഭാഗമായി പങ്കുവച്ചു. ഫാക്കൽറ്റി കോർഡിനേറ്റർമാർ ഡോക്ടർ സുരേഷ് A, ഡോക്ടർ A. അരുൺ, ACME ഭാരവാഹികളും ചടങ്ങിന് ഏകോപന മേൽനോട്ടം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുഖ്യമന്ത്രി സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പോലീസുകാർ ആഭ്യന്തരമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിരപരാധികളെ തല്ലിച്ചതച്ച പോലീസുകാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണെന്നും VD കൊല്ലത്ത് പറഞ്ഞു. കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞത്. കണ്ണനല്ലൂരിലെ കാര്യം വേറൊരു കേസിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പോലീസുകാരെ എഴുതി കൊടുത്തത് അദ്ദേഹം വായിച്ചാണ്. പോലീസുകാരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തെറ്റായി എഴുതി കൊടുക്കുന്ന കാലമാണ്.
അതാണ് അദ്ദേഹം വന്നിട്ട് ആ അബദ്ധം അദ്ദേഹത്തിന് അസംബ്ലിയിൽ പ്രസംഗിക്കേണ്ട ഗതികേടുണ്ടായത്. ഹൃദയമിടിപ്പ് നിലച്ച് 30 ആണ്ട് പിന്നിടുമ്പോഴും പത്തനംതിട്ട ചിറ്റാർ ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ മറ്റൊരാൾ ഈ ലോകം കാണുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അവയവദാനത്തിന് 30 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകളിൽ അഭിമാനിക്കുകയാണ് കുടുംബം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ നേത്രദാതാവാണ് മനുഷ്യസ്നേഹിയും പ്രശസ്ത വിഷവൈദ്യനുമായിരുന്ന ചിറ്റാർ ശ്രീധരൻ വൈദ്യർ. കവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യൻ കൂടിയായിരുന്നു. 1995 സെപ്റ്റംബർ 16 പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുന്നതിന് 1.5 വർഷം മുൻപ് തൻ്റെ മരണശേഷം നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിനും ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനും പ്രതിഫലം വാങ്ങാതെ ആതുര സേവനം നടത്തിയ മനുഷ്യസ്നേഹിയായ വൈദ്യൻ സമ്മതപത്രം നൽകിയിരുന്നു. ഈ വിവരം കുടുംബത്തെ അറിയിച്ചപ്പോൾ നേത്രങ്ങൾ ദാനം ചെയ്യാമെന്നും എന്നാൽ ശരീരം വിട്ടു നൽകുന്നതിൽ യോജിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി തഹസീൽദാരായി റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ചിറ്റാർ മോഹനൻ പറഞ്ഞു. അച്ഛന് നേത്രദാനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ സമ്മതപത്രം കൊടുത്തിരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ബോഡി ഉൾപ്പെടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു 1.5 വർഷത്തിന് ശേഷമാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണമടയുന്നത്. അക്കാലത്ത് നേത്രപടലം മാത്രമെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ലാതിരുന്നതിനാൽ കോട്ടയത്തു നിന്നും ഡോക്ടർമാരെത്തി നേത്രഗോളങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകൾ വെളിച്ചം നൽകിയ 2 പേരിൽ ഒരാൾ സമീപകാലത്ത് മരണപ്പെട്ടു. ഒരാൾ ഇന്നും ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ ലോകം കാണുന്നു. അന്നത്തെ ഒരു സമയത്ത് കുറേയധികം എതിർപ്പുകൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അച്ഛൻ്റെ ഈ ഒരു വലിയ ആഗ്രഹം നിറവേറ്റണം എന്ന് ഞാനും എൻ്റെ സഹോദരി ശ്രീദേവിയും എൻ്റെ ഭാര്യ ഷീലയും ഒക്കെ തന്നെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാദാനം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ശ്രീധരൻ വൈദ്യരുടെ പാത പിന്തുടർന്ന് മക്കളും പ്രായപൂർത്തിയായ ചെറുമക്കളും അവയവദാനത്തിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട്. അവയവദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പിതാവ് ശ്രീധരൻ വൈദ്യരുടെ സ്മരണകളിൽ ഏറെ അഭിമാനമാണ് കുടുംബത്തിനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇന്ത്യൻ താരം നീരജ് ചോപ്ര ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി 1ാമത്. ജസ്പ്രീത് ബുംറ, രവി ബിഷ്ണോയ് എന്നിവർക്ക് ശേഷം 1ാം റാങ്കിങ്ങിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് വരുൺ ചക്രവർത്തി. ന്യൂസിലാൻഡ് പേസർ ജേക്കബ് ഡുഫിയാണ് 2ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്ത് വിൻഡീസ് സ്പിന്നർ അഖിൽ ഹുസൈനാണ്. ഓസീസ് സ്പിന്നർ ആദം സാംബയാണ് 4ാം സ്ഥാനത്ത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് മത്സരത്തിനിടെ ഹസ്തദാന വിവാദത്തിൽപ്പെട്ട ആൻറ്റി പൈക്രോഫ്റ്റിന് പകരം റിച്ചാർഡ്സൺ മാച്ച് റഫറിയായേക്കും. ഇന്ന് നടക്കുന്ന പാകിസ്ഥാൻ UAE മത്സരം റിച്ചി നിയന്ത്രിക്കും. ഞായറാഴ്ച നടന്ന ഇന്ത്യക്കെതിരായ മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ICCയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. മത്സരത്തിന്റെ ടോസ് സമയത്ത് പാകിസ്ഥാൻ നായകന് ഹസ്തദാനം നൽകരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റനോട് മാച്ച് റഫറി ആൻറ്റി പൈക്രോഫ്റ്റ് പറഞ്ഞിരുന്നതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം. മാച്ച് ഒഫീഷ്യൽസ് പാനലിൽ നിന്നും പൈക്രോഫ്റ്റിനെ നീക്കം ചെയ്യണമെന്ന PCBയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ICC നിരസിച്ചിരുന്നു. എന്നാൽ പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആൻറ്റി പൈക്രോഫ്റ്റിന് പകരം റിച്ചാർഡ്സണെ മാച്ച് റഫറി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അതേസമയം ഇന്ത്യ ഇന്നത്തെ പരിശീലനവും വാർത്താസമ്മേളനവും റദ്ദാക്കി.